الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. أم لهم شركاء شرعوا لهم من الدين ما لم يأذن به الله ولولا كلمة الفصل لقضي بينهم وإن الظالمين لهم عذاب أليم. ബഹുമാന്യരായ വിശ്വാസികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി എന്നെയും നിങ്ങളെയും ഒക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും ധാരാളമായി നമ്മിലെല്ലാം വർഷിക്കുമാറാവട്ടെ. ദുആ ചെയ്യാൻ പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ച ധാരാളം സഹോദരങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സഹോദരൻ തിരൂർ കൂട്ടായിൽ ഇന്ന് രാത്രി മരണപ്പെട്ടു. ഇന്ന് രാവിലെ ജനാസ മറവ് ചെയ്യപ്പെട്ടു. റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ബർസഖി ജീവിതം സന്തോഷപൂർണ്ണമാക്കി കൊടുക്കുമാറാവട്ടെ. റബ്ബിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരു ഇടം നൽകി അദ്ദേഹത്തെയും നമ്മയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്തുൽ ശൂറയിലെ 21-ാമത്തെ വചനമാണ് ഓതി വെച്ചത്. കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചതുപോലെ രണ്ട് അടിത്തറകളാണ് ഇസ്ലാമിന്റെ മുഴുവൻ കാര്യങ്ങളുടെയും അസ്ലായി പഠിപ്പിക്കപ്പെട്ടത്. ഒന്ന്, റബ്ബിനെ മാത്രം ആരാധിക്കുക. രണ്ട്, അല്ലാഹുവും റസൂലും പഠിപ്പിച്ച പ്രകാരം മാത്രം ഇബാദത്തുകൾ ചെയ്യുക. ഈ രണ്ടിലും വരുന്ന വീഴ്ചകൾ ഒരാളുടെ ദീനത്തിനെ തന്നെ തകർക്കാൻ മാത്രം പര്യാപ്തമാണ് എന്നതിനാൽ ഇത് സംരക്ഷിക്കുവാനുള്ള ധാരാളം അധ്യാപനങ്ങൾ വിശുദ്ധ ഖുർആനിലും പ്രവാചക വചനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിലേക്ക് മാത്രം തിരിയേണ്ടുന്ന ഇബാദത്തുകളിൽ ഏതെങ്കിലും വിധേന റബ്ബല്ലാത്തവരിലേക്ക് പോകാനുള്ള വഴികളെപ്പോലും അടക്കുകയും ആ മാർഗമൊന്നും സ്വീകരിക്കാവതല്ല എന്ന് പഠിപ്പിക്കുകയും ചെയ്തതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം തന്നെ. കാരണം മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ
ലക്ഷ്യം തന്നെ തൗഹീദാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്നെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ, എന്റെ തൗഹീദിന് വേണ്ടിയല്ലാതെ മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ ദാരിയാത്തിൽ പഠിപ്പിക്കുന്നു. ഇല്ലാ ലിയഅ്ബുദൂൻ എന്നാൽ ഇല്ലാ ലിയുവഹ്ഹിദൂൻ എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ നൽകുന്ന വിശദീകരണം. എന്റെ ഏകത്വത്തിന്റെ തൗഹീദിനെ അംഗീകരിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചത് എന്നർത്ഥം. ധാരാളം വചനങ്ങൾ അല്ലാഹു തആല ആവർത്തിച്ചു പറഞ്ഞു. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ. നിങ്ങൾ റബ്ബിനെ മാത്രം ആരാധിക്കണം, അവിടെ യാതൊന്നിനെയും നിങ്ങൾ പങ്കുചേർക്കാൻ പാടില്ല എന്ന ആശയമുള്ള ആയത്തുകളെമ്പാടും കാണാം. അങ്ങനെ പങ്കുചേർത്താൽ അവന്റെ എല്ലാ അമലും ബാത്തിലായി പോകുമെന്നും നരകം നിർബന്ധമാണ് എന്നും സ്വർഗം നിഷിദ്ധമാണ് എന്നും അതിവിദൂരമായ വഴികേടിലാണ് അവൻ ചെന്നപ്പെട്ടത് എന്നും അടക്കമുള്ള ഗൗരവമേറിയ പ്രയോഗങ്ങളാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് മുമ്പിൽ പഠിപ്പിക്കുന്നത്. ഈ അടിത്തറയെ തകർക്കുന്ന വാക്കുകളും പ്രവൃത്തികളും പോലും ശ്രദ്ധയിൽപ്പെടുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവമായതിനെ എതിർത്തത് കാണാൻ കഴിയും. ഒരുപക്ഷെ ആ പദം ഉച്ചരിക്കുന്ന വ്യക്തി പടച്ച റബ്ബിൽ പങ്കുചേർക്കുന്ന ലക്ഷ്യമില്ലാത്ത ആളായിരിക്കാം. അത്തരം വിശ്വാസം പോലും ഉണ്ടാവില്ല. എന്നാലും ഒരു വാക്കിന് പോലും, ഒരു സൂചനയിൽ പോലും ശരിയല്ലാത്തൊരു ശൈലി കാണുമ്പോഴേക്ക് നബി തങ്ങൾ പറയുമായിരുന്നു പാടില്ല എന്ന്. നബി തങ്ങളോട് ഒരിക്കൽ സ്വഹാബിമാർ ചിലർ പറഞ്ഞു, അൻത സയ്യിദുന, താങ്കൾ ഞങ്ങളുടെ സയ്യിദാണ് എന്ന്. നബി തങ്ങൾ സയ്യിദാണ്, സംശയമേതുമില്ല. പക്ഷെ നബി തങ്ങൾ പറഞ്ഞു സയ്യിദ് ഹുവല്ല, സയ്യിദ് അല്ലാഹു ആകുന്നു. കാരണം യഥാർത്ഥ സയ്യിദ് അല്ലാഹുവാണ്. മറ്റുള്ളതെല്ലാം ആപേക്ഷികമായ അല്ലാഹു നിശ്ചയിച്ചതുകൊണ്ട് സയ്യിദായി മാറിയതാണ്. എന്നാൽ ഒരാളുടെ മുഖത്ത് നോക്കി അയാളെ മുമ്പിൽ വെച്ച് ഈ പദപ്രയോഗങ്ങൾ പ്രയോഗിക്കുമ്പോൾ കേൾക്കുന്ന ആൾക്കും ഒരുപക്ഷെ അതുകൊണ്ട് ചില തെറ്റായ ധാരണകൾ വരാൻ ഉമ്മത്തിന് സാധ്യതയുണ്ട് എന്നതിനാൽ ആ വഴി അടക്കുകയാണ് നബി തങ്ങൾ അവിടെ ചെയ്തത്. അവിടെ തിരുത്തി കൊടുത്ത സയ്യിദു ഹുവല്ല, സയ്യിദ് അല്ലയാണ്. മറ്റൊരിക്കൽ ഒരാൾ നബിയോട് പറഞ്ഞു, മാ ശാ അല്ലാഹു വശിഅത യാ റസൂലല്ലാഹ്. കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിക്കുകയുണ്ടായ ആ സംഭവം. നബിയെ, താങ്കളും അല്ലാഹുവും ഉദ്ദേശിച്ചാൽ അതാണ് സംഭവിക്കുക. നബി തങ്ങൾ ചോദിച്ചത് അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ എന്നെ അല്ലാഹുവിനോട് തുല്യമാക്കുകയാണോ എന്നാണ്. ഒരിക്കലും ആ പറയുന്ന ആള് നബിയെ പടച്ച റബ്ബിനോട് തുല്യമാക്കാൻ ഉദ്ദേശിച്ചു പറഞ്ഞതേ അല്ല. അത്തരം വിശ്വാസവുമില്ല. പക്ഷെ ഒരു പദപ്രയോഗം വാക്കിൽ വന്നുപോയി അല്ലാഹും റസൂലും ഉദ്ദേശിച്ചാൽ എന്ന ഒരു വാക്ക്. നബി തങ്ങൾ ചോദിച്ചത് നീ എന്നെ റബ്ബിനോട് തുല്യമാക്കുകയാണോ എന്നാണ്. സമാനമായ ധാരാളം സംഭവങ്ങൾ കാണാൻ കഴിയും. നബിയും സഹാബത്തും ഒന്നിച്ച് യാത്ര പോകുമ്പോഴാണ് മുശ്രിക്കീങ്ങൾ ബഹുമാനിക്കുന്ന മരം അവർ കണ്ടത്. ദാത്തു അൻവാത്ത് എന്നാണ് അതിനവർ വിളിക്കാറുള്ള പേര്. മക്കയിലെ മുശ്രിക്കുകൾ ആ മരത്തിന് സവിശേഷത കൽപ്പിക്കുകയും യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ ആ മരത്തിന് സമീപത്ത് ചെന്ന് തങ്ങളുടെ വാളുകൾ ആ മരത്തിൽ തൂക്കിയിടും. എന്നിട്ട് ആ വാളെടുത്ത് പോയി യുദ്ധം ചെയ്താൽ ആ യുദ്ധത്തിന് വിജയം കിട്ടുമെന്നാണ് അവിടേക്ക് വിശ്വാസമുണ്ടായിരുന്നത്. അബൂ വാഖിദുൽ ലൈസി എന്ന സ്വഹാബിവര്യൻ പറയുന്നു, ഞങ്ങൾ നബിയോടൊപ്പം ഒന്നിച്ച് പോവുകയായിരുന്നു ഹുനൈൻ യുദ്ധത്തിലേക്ക്. ഹത്താ ഇദാ മറർനാ ബിശജറ യുഖാലു ലഹാ ദാത്തു അൻവാത്ത്. ഞങ്ങൾ ആ യാത്രയിൽ ദാത്തു അൻവാത്ത് എന്ന മരത്തിനരികെ ഞങ്ങൾ കടന്നുപോയി. അദ്ദേഹം പറയാം, ഞങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് വന്നിട്ട് അധികകാലമൊന്നും ആയിട്ടില്ല. ആ സമയത്താണ് ഹുനൈൻ യുദ്ധമുണ്ടാകുന്നത്. ഞങ്ങളുമുണ്ട് നബിയുടെ കൂടെ. ഞങ്ങൾ ഒന്നിച്ചു പോകുമ്പോൾ ആ മരം കണ്ടപ്പോൾ
ഞങ്ങളൊക്കെ പറഞ്ഞുപോയി നബിയെ, അവർക്കെല്ലാം ഇങ്ങനെ വാള് തൂക്കിയിടാൻ ഒരു മരമുണ്ടല്ലോ നബിയെ, നമുക്കും ഒരു മരം നിങ്ങൾ നിശ്ചയിച്ചു തരണം. ഇജ്അൽ ലനാ ദാത അൻവാത്തിൻ കമാ ലഹും ദാതു അൻവാത്ത്. അവർക്കെല്ലാം അങ്ങനെ ഒരു മരമുള്ളതുപോലെ നമുക്കും വേണം നബിയെ ഒരു മരം, അത് നിങ്ങൾ നിശ്ചയിച്ചു തരണം എന്ന് പറയുമ്പോൾ നബിതങ്ങൾ ഉറക്കെ സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചെയ്ത് തസ്ബീഹ് ചെയ്തുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞു, തീർച്ചയായും നിങ്ങൾ വിവരമില്ലാത്ത ആളുകൾ തന്നെയാകുന്നു. ഒരു ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാണിത്. ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. അവർക്കെല്ലാം ഇലാഹുകൾ ഉള്ളതുപോലെ ഞങ്ങൾക്കും വേണം ഇലാഹ് എന്ന് പറയും പോലെയാണ് ഈ വാക്ക്. വലാകിന്നകും ഖൗമുൻ തജ്ഹലൂൻ. നിങ്ങൾ ജാഹിലീങ്ങളായ വിവരമില്ലാത്തവരായ ഒരു വിഭാഗം തന്നെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ ഗൗരവമായി തിരുത്തിക്കൊടുക്കുന്നത് ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ കിതാബ് ഉദ്ധരിച്ചതായി കാണാൻ കഴിയും. ഇവിടൊക്കെ ഈ അടിസ്ഥാനം തകരാൻ നിമിത്തമായേക്കാവുന്ന പഴുതുകളെപ്പോലും അടക്കുകയാണ് അവിടെ. അല്ലാതെ ആ ഒരു മരത്തെ കുറിച്ച് സ്വഹാബിയും മോശമായ വിശ്വാസം വെച്ച് പുലർത്തുകയില്ല. ആ മരം ഇലാഹാണ് എന്ന് ഒരു സ്വഹാബിയും വിചാരിക്കുകയില്ല. അതൊക്കെ ഒഴിവാക്കി സഹാത്ത് ചൊല്ലി സ്വഹാബിയായി മാറി നബിയുടെ കൂടെ യുദ്ധം ചെയ്യാനായി അവിശ്വാസികളുമായി ഏറ്റുമുട്ടാനായി പുറപ്പെടുന്ന ആളുകളാണ് ചോദിക്കുന്നത്, നബിയെ ഞങ്ങൾക്കൊരു മരം നിങ്ങൾ നിശ്ചയിച്ചു തരണമെന്നാണ്. എന്നിട്ട് പോലും നബിയുടെ പ്രതികരണം ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാണ്. അഥവാ ഒരു നിലക്കും തെറ്റായ വഴിയിലേക്ക് പോകാനുള്ള ഒരു ചാൻസും ഉണ്ടായിക്കൂടാ എന്ന നിർബന്ധ ബുദ്ധി ഇസ്ലാമിക പ്രമാണങ്ങൾ വെച്ചു പുലർത്തുന്നുണ്ട് എന്നർത്ഥം. സത്യം ചെയ്യുമ്പോൾ നബി ഞങ്ങൾ പ്രത്യേകം പറഞ്ഞു, മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് അശ്റക. അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ ആരെങ്കിലും സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നുവെന്നാണ്. ലാ തഹ്ലിഫു ബിആബായിക്കും. നിങ്ങളുടെ പിതാക്കളുടെ പേരിൽ മാതാക്കളുടെ പേരിൽ ഒന്നും നിങ്ങൾ സത്യം ചെയ്യാൻ പാടില്ല. വല്ലവനും സത്യം ചെയ്യുന്നുവെങ്കിൽ ഫൽയഹ്ലിഫ് ബില്ലാഹ്, അല്ലാഹുവിന്റെ പേരിൽ സത്യം ചെയ്യട്ടെ, അല്ലെങ്കിൽ മൗനം പാലിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. കഅബയാണ് സത്യമെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നബി ഞങ്ങൾ പിറകുന്ന് വിളിക്കുകയാണ്, അങ്ങനെ പറയല്ല. വൽ കഅബ എന്ന് പറയാൻ പാടില്ല, വറബ്ബൽ കഅബ എന്ന് പറയാം. കഅബയാണ് സത്യമെന്നല്ല, കഅബയുടെ റബ്ബാണ് സത്യമെന്ന് പറഞ്ഞോ എന്ന് നബി ഞങ്ങൾ പിറകിൽ നിന്ന് തിരുത്തി കൊടുക്കുന്നത് ഹദീസിൽ കാണാൻ കഴിയും. മറ്റൊരിക്കൽ നബി ഞങ്ങൾ പറഞ്ഞു, ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. ക്രിസ്ത്യാനികൾ ഈസ ഇബ്നു മറിയമിനെ അമിതമായി വർണ്ണിച്ചതുപോലെ നിങ്ങൾ അമിതമായി വർണ്ണിക്കല്ല. ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, അവന്റെ റസൂലാണ്. അതിനാൽ ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു. നിങ്ങൾ പറയേണ്ടത് അല്ലാഹുവിന്റെ അടിമയാണ്, അവന്റെ റസൂലാണ് എന്നേ നിങ്ങൾ പറയാവൂ. അതല്ലാതെ ക്രിസ്ത്യാനികൾ ഈസ നബി സ്വല്ലല്ലാഹു അമിതമായി വർണ്ണിച്ചതുപോലെ എന്നെ നിങ്ങൾ അമിതമായി വർണ്ണിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നതായി നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ ഈ ഒരു അടിസ്ഥാനം തകരാൻ നിമിത്തമായേക്കാവുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിമിത്തങ്ങൾ ഇല്ലാതാക്കി. ജ്യോത്സ്യന്മാര്, കണക്കന്മാര്, അതേപോലെ ഭാവി പ്രവചിക്കുന്ന ആളുകൾ, സിദ്ധന്മാര് അത്തരം വഴിയിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. ഭാവി പ്രവചിക്കുന്നവൻ, മടഞ്ഞ കാര്യങ്ങൾ പറയുന്നവൻ, ജ്യോത്സ്യപ്പണി ചെയ്യുന്നവൻ, അത്തരം ആളുകളിൽ വല്ലവരും സമീപിച്ചാൽ അവന്റെ 40 ദിവസത്തെ നിസ്കാരം സ്വീകാര്യമല്ല എന്നാണ്. സമീപിച്ചാൽ തന്നെ മൻ അതാ അർറാഫ് എന്നാണ്. അവിടെ ചെന്നാൽ തന്നെ വല്ല കാര്യം ചോദിച്ചു, വിശ്വസിച്ചിട്ടില്ല, പറഞ്ഞ കാര്യം അംഗീകരിച്ചിട്ടില്ല, അതവൻ വിശ്വാസം എടുത്തിട്ടില്ല, വെറുതെ പോയി തന്റെ കാര്യം ഒന്ന് പറഞ്ഞു പോന്നു, എന്നാൽ തന്നെ ലം തുഖ്ബൽ ലഹു സ്വലാത്തു 40 ലൈല, 40 ദിവസത്തെ നിസ്കാരം അവന്റേത് സ്വീകരിക്കപ്പെടുക ഇല്ല എന്ന് നബി തങ്ങൾ പറയുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ നബി തങ്ങൾ പറഞ്ഞു, ചെല്ലുകയും ചോദിക്കുകയും ഫസദ്ദഖഹു ബിമാ യഖൂൽ, അയാൾ പറഞ്ഞ കാര്യം സത്യപ്പെടുത്തുകയും ചെയ്താൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾക്ക് ഇറക്കപ്പെട്ടതിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നുവെന്നാണ്. അവിടെ ചെന്ന് ചോദിച്ചു, അയാൾ പറഞ്ഞ കാര്യം അങ്ങനെ തന്നെ അംഗീകരിക്കുകയും ചെയ്തു. എങ്കിൽ നബിക്ക് അല്ലാഹു ഇറക്കിയത് എന്താണോ അതിൽ അവൻ അവിശ്വസിച്ചു,
ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിക്ക് ഇറക്കപ്പെട്ട ഈ ആശയത്തിൽ, ഈ മതത്തിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നുവെന്ന് നബി തങ്ങൾ പറയുന്നു. ഇമാം അബൂദാവൂദ് മറ്റും ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസാണ്. ഈ ഒരു അടിസ്ഥാനമാണ് അല്ലാ യുഅ്ബദ ഇല്ലല്ലാഹ്, പടച്ച റബ്ബിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല. ആ അടിസ്ഥാനത്തിലാണ് ഇസ്ലാം സ്ഥാപിതമായത് തന്നെ. ആ അടിസ്ഥാനത്തെ തകർക്കുന്ന, അതിനെ പോറലിക്കുന്ന, ഭംഗം വരുത്തുന്ന വല്ലതുമുണ്ടെങ്കിൽ, ഒരു വാക്കാണെങ്കിലും ഏതെങ്കിലും നിലക്കുള്ള സമീപനമാണെങ്കിലും ആ സമീപനങ്ങൾ പോലും പാടില്ല എന്ന് നബി തങ്ങൾ കണിശമായി പഠിപ്പിക്കുകയാണ്. ഇവിടെ ഒരാൾ വന്ന് ചോദിക്കുന്നു, നബി ഞാൻ ബുവാന എന്ന സ്ഥലത്ത് വെച്ച് ഒരു മൃഗത്തെ അറുക്കാൻ വേണ്ടി നേർച്ചയാക്കിയിട്ടുണ്ട്, എന്തു വേണം നബിയെ എന്നാണ്. ബുവാന എന്ന സ്ഥലത്ത് വെച്ച് അല്ലാഹു തആലക്ക് വേണ്ടി അറുക്കാനാണ് ചോദിക്കുന്നത്. നബി തങ്ങൾ ചോദിച്ചു, എന്താണ് ബുവാനിൽ വെച്ച് അങ്ങനെ ഒരു നേർച്ച? വിശദാംശങ്ങൾ ചോദിക്കുകയാണ്. അല്ലാഹുവിനാണ് എന്ന് പ്രത്യേകം പറഞ്ഞു. അദ്ദേഹം ചോദിച്ചവര് പറയാണ്, ഞാൻ നബിയോട് ചോദിക്കുക, നബിയെ ഇനി നെതർത്തു, ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട്, ഇൻ വലദലി വലദുൻ, എനിക്കൊരു കുട്ടി ഉണ്ടാവുകയാണ് എങ്കിൽ പടച്ച റബ്ബിന് വേണ്ടി അൻ അൻഹറ അത് ബഹരില്ല, അല്ലാഹു തആലക്ക് വേണ്ടി അറുക്കാൻ ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട്. ബുവാനയിൽ വെച്ച്, ബുവാന എന്ന സ്ഥലത്ത് വെച്ച് ഒരു മൃഗത്തെ അറുത്ത് സ്വതക്ക ചെയ്യാൻ വേണ്ടി നേർച്ചയാക്കിയതാണ് നബിയെ, എന്തു വേണം, ഞാൻ നേർച്ച വിട്ടിട്ടയോ? അവൻ നബി തങ്ങൾ പ്രത്യേകമായി ചോദിക്കുകയാണ്, ഹൽ ബിഹാ മിൻ ഔസാരി ശൈഉൻ, ബുവാനയിൽ വല്ല വിഗ്രഹങ്ങളും ഉണ്ടോന്നാണ്. എന്താ ബുവാന നീ തിരഞ്ഞെടുക്കാൻ കാരണം? എന്താ അവിടെ പോയി ചെയ്യാൻ കാരണം? അവിടെ വല്ല വിഗ്രഹങ്ങളും ഉണ്ടോ? അദ്ദേഹം ഇല്ല നബിയെ, അവിടെ അങ്ങനത്തെ വിഗ്രഹങ്ങളൊന്നുമില്ല. അപ്പൊ നബി തങ്ങൾ അടുത്ത ചോദ്യം, എങ്കിൽ അവിടെ ജാഹിലിയ്യ കാലത്തെ വല്ല ആഘോഷങ്ങൾ നടന്ന സ്ഥലമാണോ എന്നാണ്. ജാഹിലിയ്യ കാലത്തെ മുശ്രിക്കീകൾ വല്ല ആഘോഷം സംഘടിപ്പിച്ചിരുന്ന, പ്രത്യേകമായി സവിശേഷ കൽപ്പിക്കപ്പെടുന്ന ഒരു ഇടമാണ് ബുവാന? അല്ല, അതുമല്ല. അപ്പൊ നബി തങ്ങൾ പറയുമെങ്കിൽ ഔഫി ബിനദ്രിക, നിന്റെ നേർച്ച നീ പൂർത്തിയാക്കുക എന്നാണ്. മറ്റൊരു റിപ്പോർട്ടിൽ ഫഔഫി ബിമാ നദർത ബിഹി ലില്ലാഹ്, അല്ലാഹു തആലക്ക് വേണ്ടി നീ ചെയ്യാൻ നേർച്ചയാക്കിയത് നീ പൂർത്തിയാക്കുക. അപ്പൊ പടച്ച റബ്ബിന് വേണ്ടിയാണ് ഇയാൾ ചെയ്യുന്നത്, സ്വതക്കയാണ്. എന്നിട്ട് പോലും അവിടെ വിശദാംശങ്ങൾ ചോദിക്കുകയാണ്. ആ സ്ഥലം പ്രത്യേകം പറഞ്ഞപ്പോൾ എന്താണ് ആ സ്ഥലത്തിന് പ്രത്യേകത എന്നൊരു ഉറപ്പ് നബി തങ്ങൾ ചോദിച്ചറിഞ്ഞ്, അങ്ങനത്തെ ഒന്നുമില്ല, ശിർക്കിന്റെ അംശങ്ങളൊന്നുമില്ല, അത് സാധ്യതയുമില്ല എന്ന് ബോധ്യമായപ്പോഴാണ് നബി തങ്ങൾ അംഗീകരിക്കുന്നത്. സ്വഹാബിമാർ പലർക്കും നബി തങ്ങൾ നൽകിയ ധാരാളം ഉപദേശങ്ങൾ ഹദീസുകളിൽ കാണാൻ കഴിയും. അവിടെയൊക്കെ ഈ ഒരു വശത്തെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പ്രത്യേകമായ ചില ഉപദേശങ്ങൾ നൽകി. അതിൽ നബി തങ്ങൾ പറഞ്ഞു, ഇദാ സഅൽത ഫസ്അലില്ലാഹ് വയസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ ചോദിക്കുന്നുവെങ്കിൽ പടച്ച റബ്ബിനോട് ചോദിക്കണം. വയസ്തഅൻത, നീ സഹായമർത്ഥിക്കുന്നുവെങ്കിൽ ഫസ്തഇൻ ബില്ലാഹ്, പടച്ച റബ്ബിനോട് നീ സഹായമർത്ഥിക്കണമെന്ന് നബി തങ്ങൾ എന്നോട് പ്രത്യേകമായി ഉപദേശിച്ചുവെന്നാണ് സ്വഹാബിമാർ നമ്മെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഇസ്ലാമിന്റെ അടിത്തറയായ അല്ലാ യുഅ്ബദ ഇല്ലല്ലാഹ്, പടച്ച റബ്ബിനെ അല്ലാതെ ആരാധിക്കരുത് എന്ന ആ അടിസ്ഥാനത്തെ ശക്തമായി സ്ഥാപിക്കുകയും അതിന് ഏതെങ്കിലും അർത്ഥത്തിൽ കോട്ടം തട്ടാവുന്ന വാക്കുകളെ, പ്രവൃത്തികളെ, സമീപനങ്ങളെ എല്ലാം കണിശമായി നബി തങ്ങൾ വിലക്കുകയും ആ വഴികളെ അടക്കുകയും ചെയ്തു. എന്തിനേറെ സുന്നത്തായ ഖബർ സിയാറത്ത് പോലും ഒരു ഘട്ടത്തിൽ നബി തങ്ങൾ വിലക്കി ചെയ്യരുത് എന്ന് പറഞ്ഞു. ഖബർ സിയാറത്ത് സുന്നത്താണ്, പക്ഷേ ആദ്യകാലത്ത് നബി തങ്ങൾ പറഞ്ഞു ഖബർ സന്ദർശിക്കാൻ പാടില്ല. കാരണം പലരും ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഖബറുകളെ ആരാധിച്ചവരാണ്. മഹാന്മാരുടെ പേരിൽ വിഗ്രഹം സ്ഥാപിച്ചുമല്ലാതെയും ആരാധന നടത്തിയവരാണ്. അതൊക്കെ ഒഴിവാക്കി ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ ഒരു ഖബറിങ്ങൾ ചെല്ലുമ്പോൾ ഇനിയും വഴിമാറാൻ വല്ല സാധ്യതയും ഉണ്ടായേക്കാമല്ലോ എന്നതൊക്കെ ആ വഴി തന്നെ അടച്ചു, ഖബർ സിയാറത്ത് പാടില്ല എന്ന്. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് അവരൊക്കെ അഖീദയുടെ വിശദാംശങ്ങളെല്ലാം പഠിപ്പിക്കപ്പെട്ട ശേഷം നബി തങ്ങൾ പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിരുന്നു ഖബർ സന്ദർശിക്കാൻ പാടില്ല എന്ന്. അലാ ഫസൂറുഹ, എന്നാൽ നിങ്ങൾ ഇനി സന്ദർശിച്ചു കൊള്ളുക. ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, പരലോകമെന്ന ബോധമുണ്ടാവാൻ അത് നിങ്ങൾക്ക് നല്ലതാണ് എന്നാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് സാദുൽ മആദിൽ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അന്ന് വിലക്കാൻ കാരണം കാന ദാലിക വസീലത്തൻ ഇല ശിർക്കി, അത് ശിർക്കിലേക്കുള്ള ഒരു മാർഗമായിരുന്നു അന്ന് എന്നാണ്.
ശിർക്കിലേക്കുള്ള വഴിയായിരുന്നു, ശിർക്കിലേക്കുള്ള മാർഗമായിരുന്നു. അതുകൊണ്ടാണ് അന്ന് അത് പാടില്ല എന്ന് പഠിപ്പിച്ചത് എന്ന് പ്രത്യേകമായി ഹദീസ് വ്യാഖ്യാനിക്കുമ്പോൾ രേഖപ്പെടുത്തി വെക്കുന്നു. ഈ ഒരു അടിസ്ഥാനം നമ്മളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. എവിടെങ്കിലുമൊക്കെ തെറ്റിപ്പോയേക്കാവുന്ന വഴികൾ, അത് ആ വഴിക്ക് പുറപ്പെട്ടാൽ അത് മെല്ലെ 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 ഇന്നല്ലെങ്കിൽ നാളെ, നമ്മളല്ലെങ്കിൽ അടുത്ത തലമുറ, നമ്മുടെ മക്കളെങ്കിലും ആ ശിർക്കിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നതിനാൽ അത്തരം വഴികളെ ഗൗരവമായി കാണുകയും ആ എല്ലാ വശങ്ങളെയും ഇസ്ലാമിക പ്രമാണങ്ങൾ അടച്ച ആ വഴികളെല്ലാം തുറക്കാതിരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കലും കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏതു വിഷയത്തിലും അതിര് കവിയാൻ പാടില്ല എന്നത് ഇസ്ലാം അടിസ്ഥാനമായി പഠിപ്പിക്കുന്നു. അൽ ഉലുവ്, വിശിഷ്യ ബഹുമാനം, ആദരവ് തുടങ്ങിയ മേഖലകളിൽ അതിര് കവിയൽ അപ്രമാദിത്വം കൽപ്പിക്കുവാനും വീരാരാധനയിലേക്കുമെല്ലാം നയിക്കുമെന്നുള്ളതാണ് ആ രംഗത്ത് ഇസ്ലാം കണിശത കാണിക്കാനുള്ള ഒരു കാരണം. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളെ മുൻഗാമികളെ നശിക്കാൻ കാരണം അൽ ഉലുവ് ഫിദ്ദീൻ, മതത്തിലുള്ള ഉലുവാണ്, അതിര് കവിയലാണ് എന്ന് നബി തങ്ങൾ പറയുന്നു. അഹ്ലു കിതാബ്, തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും ആളുകൾ പോലും വഴിപിഴച്ചു പോയത് ഉലുവിന്റെ പേരിലാണ്. അവരുടെ മഹാന്മാരുടെ സ്വാലിഹീങ്ങളുടെ കാര്യത്തിൽ അവർ അതിര് കവിഞ്ഞു എന്നാണ് നബി തങ്ങൾ അവിടെ പ്രത്യേകമായി എടുത്തു പിടിപ്പിക്കുന്നത്. ഇത്യോപ്യയിൽ പോയ നബിയുടെ ഭാര്യ അവിടെ കണ്ട ക്രിസ്തീയ ദേവാലയത്തെക്കുറിച്ച് നബിയോട് വന്ന് സംസാരിക്കുന്നുണ്ട്. ആ ക്രിസ്തീയ ദേവാലയത്തിന്റെ ഭംഗിയും അതിന് പ്രത്യേകമായ രീതിയുമൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഉലൈക ഖൗമുൻ ഇദാ മാത ഫീഹിമുർ റജുലു സ്വാലിഹു ബനൗ അലാ ഖബ്രിഹി മസ്ജിദ ثم صوروا فيه تلك الصور أولئك شرار الخلق عند الله يوم القيامة. നബി തങ്ങൾ പറഞ്ഞു, ആ ആളുകൾ, ക്രിസ്ത്യാനികൾ, അവിടെ രീതി ഇദാ മാത ഫീഹിമുർ റജുലു സ്വാലിഹു, ഒരു സ്വാലിഹായ മനുഷ്യൻ അവർക്കിടയിൽ മരണപ്പെട്ടാൽ ബനൗ അലാ ഖബ്രിഹി മസ്ജിദ, അയാളുടെ ഖബറിന് മീതെ അവർ ഒരു ആരാധനാലയം പണിയും, ഒരു പള്ളി ഉണ്ടാക്കും അവർ. സുമ്മ സവ്വറൂ ഫീഹി തിൽക സുവർ, എന്നിട്ട് ആ പള്ളിയിൽ ആ രൂപങ്ങളെല്ലാം അവർ ഉണ്ടാക്കി വെക്കും. ഉലൈക ശിറാറുൽ ഖൽഖ് ഇൻദല്ലാഹി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ പടച്ചറബിന്റെ അടുക്കൽ ഏറ്റവും ദുഷിച്ചവർ അവരാകുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണിത്. ബുഖാരി, മുസ്ലിം അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി തങ്ങൾ വഫാത്തിന്റെ തൊട്ട് മുമ്പത്തെ സമയങ്ങളിൽ പ്രവാചക ബോധമില്ലാതെ എന്റെ വീട്ടിൽ കിടക്കുകയാണ് നബി തങ്ങൾ. ഒരു പുതപ്പ് കൊണ്ട് നബിയുടെ മുഖത്തിങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇടയ്ക്ക് നബിക്ക് ബോധം തെളിയും. സമീപത്തൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ബോധം വരുമ്പോൾ ആ വെള്ളത്തിൽ കൈമുക്കി ആ നനഞ്ഞ കൈ കൊണ്ട് നബി തങ്ങൾ തന്റെ മുഖം ഇങ്ങനെ തടവും. ഇടയ്ക്ക് പിന്നെയും നബിക്ക് ബോധം നഷ്ടപ്പെടും, പിന്നെയും ബോധം വരും. അങ്ങനെ ബോധം പോയും വന്നും ഇങ്ങനെ നിൽക്കുന്നതിനിടയിൽ നബി തങ്ങൾ എന്തോ പറയുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ ശ്രദ്ധിച്ചു, എന്താ നബി തങ്ങൾ പറയുന്ന അവസാന സന്ദർഭങ്ങളാണ്, വല്ല വസിയത്തുമായി പ്രത്യേകം വല്ലതും പറയാനാണോ? അപ്പൊ നബി തങ്ങൾ പറയുന്നു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസ്വാറ,
യഹൂദികൾക്കും നസ്വാറാക്കൾക്കുമെല്ലാം അള്ളാഹുവിന്റെ ശാപമുണ്ട്. കാരണം ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, പ്രവാചകന്മാരുടെ ഖബറുകളെ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി. അതിനാൽ അവർക്ക് റബ്ബിന്റെ ശാപമുണ്ട് എന്നാണ് ആ അവസാന സമയത്ത് നബി തങ്ങൾ പറയുന്നത്. എന്നിട്ട് ആയിഷ ബീവി പറയാണ്, യുഹദ്ദിറു മാ സ്വനഉ, ഈ സമയത്ത് നബി ഇത് പറയാൻ കാരണം അവർ ചെയ്ത ചെയ്തിയെപ്പറ്റി നബി തങ്ങൾ നമ്മെ താക്കീത് ചെയ്യുകയാണ്. നബി വഫാത്താകാൻ പോവുകയാണ്, നബിയുടെ ഖബറുണ്ടാകാൻ പോവുകയാണ്. അതുകൊണ്ട് ആ ജൂത ക്രിസ്ത്യാനികൾ തങ്ങളുടെ അമ്പിയാക്കളുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രമാക്കിയതുപോലെ എന്റെ ഖബറിനെ ആരാധനാ കേന്ദ്രമാക്കുമോ എന്ന ഭയത്താൽ ആ വിഷയത്തിൽ നബി തങ്ങൾ നൽകുന്ന താക്കീതാണത്. യുഹദ്ദിറു മാ സ്വനഉ, അവർ ചെയ്ത ചെയ്തി നമ്മൾ ചെയ്യാതിരിക്കാൻ വേണ്ടി നബി തങ്ങൾ നൽകുന്ന താക്കീതാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അനുബന്ധമായി പറയുന്ന ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ അടിസ്ഥാനത്തെ സംരക്ഷിക്കാൻ, റബ്ബിനെ മാത്രം ആരാധിക്കുക എന്ന, അതിൽ പങ്കുചേർക്കപ്പെടാതിരിക്കുക എന്ന ദീനിന്റെ അസ്ല്, ആ അടിസ്ഥാനം അത് സംരക്ഷിക്കാനാണ് ഈ വക അധ്യാപനങ്ങളെല്ലാം നബി തങ്ങൾ നൽകിയത് എന്ന് കാണാൻ കഴിയും. നബിക്ക് ശേഷം സ്വഹാബിമാരും അല്ല അങ്ങനെ തന്നെ കാത്തു സൂക്ഷിച്ചതായി കാണാൻ കഴിയും. ചെറിയ ചെറിയ എവിടെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അബദ്ധങ്ങൾ കാണുമ്പോഴേക്ക് ഗൗരവമായി തിരുത്തി കൊടുക്കുന്ന, ശരിയല്ല എന്ന് പറയുന്ന, താക്കീത് ചെയ്യുന്ന ഒട്ടനവധി സംഭവങ്ങൾ സ്വഹാബത്തിൽ നമുക്ക് കാണാൻ കഴിയും. നബിതങ്ങളുമായി ബൈഅത്ത് ചെയ്ത ബൈഅത്തുൽ റിദ്വാൻ സ്വഹാബിമാർ ഒരു മരത്തിന് താഴെ നബിയുമായി ഉടമ്പടി ചെയ്തു. വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ച മരമാണ് ഇത്. യുബായിഉനക തഹ്ത ശജറ എന്ന വിശുദ്ധ ഖുർആന്റെ പ്രയോഗം കാണാം. നബിയെ താങ്കളുമായി അവർ ആ മരത്തിന് ചുവട്ടിൽ കരാറിലേർപ്പെട്ട ആ സന്ദർഭം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബത്തിന്റെ കാര്യത്തിൽ തൃപ്തിയായിരിക്കുന്നുവെന്നുള്ള ഖുർആനിൽ പറഞ്ഞ ഒരു മരമുണ്ട്. ഉമർ ഖത്താബും കൂടെയുള്ളവരും ഒന്നിച്ച് പോകുമ്പോൾ ഒരു മരം കണ്ടു. എല്ലാവരും കൂടെ മരത്തിന് ചുവട്ടേക്ക് ഓടുകയാണ്. ഉമർ ഖത്താബ് എന്താണ് വിഷയം? പറഞ്ഞു, ഈ മരം ഓർമ്മയില്ലേ, നബിയുമായി നമ്മൾ കരാർ ചെയ്തത് ഈ മരത്തിന് ചുവട്ടിലാണല്ലോ, നബിയുമായി നമ്മൾ കരാർ ചെയ്തത് ഈ മരത്തിന് ചുവട്ടിലാണല്ലോ എന്നാണ്. ഉമർ ഖത്താബ് പറഞ്ഞു, നിങ്ങൾ അങ്ങേയറ്റം സൂക്ഷിക്കണം, നിങ്ങളെ മുൻഗാമികൾ നശിച്ചത് ഇങ്ങനെ തന്നെയാണ്. മഹാന്മാരുടെ കാൽപ്പാടുകളെ അമിതമായി ബഹുമാനിച്ചും ആദരിച്ചും അതാണ് പിന്നീട് നാശത്തിലേക്ക് അവരെ കൊണ്ടെത്തിച്ചത് എന്ന് പറയുകയും ഉമർ ഖത്താബ് തന്നെ ആ മരം വേരോടെ പിഴുതെറിയാൻ കൽപ്പിക്കുകയും ചെയ്തുവെന്ന് കാണാൻ കഴിയും. ആ മരം തന്നെ ഒഴിവാക്കിയത് വേണ്ട, അങ്ങനെ പഴിച്ചു പോകുന്നൊരു വഴി ഇവിടെ അവശേഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് വേരോടുകൂടി ആ മരം തന്നെ പിഴുതെറിയാൻ അദ്ദേഹം കൽപ്പിച്ചുവെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പൊ സ്വഹാബിമാരും ആ ഗണത്തിൽ വലിയ ഗൗരവമായി കണ്ടിരുന്നു. ഒരു വ്യക്തിക്കും അപ്രമാദിത്വം കൽപ്പിക്കപ്പെടുന്ന, ഒരാളെയും അമിതമായി ആ നിലയ്ക്ക് ആദരിക്കപ്പെടുന്ന ഒരു വഴിയും അവർ സ്വീകരിച്ചിട്ടില്ല. അബ്ദുല്ലാഹിബ്നു ഉമർ ഖത്താബിന്റെ മകൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഒരാളെന്ന് പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അനുവാദമുള്ള കാര്യമാണ്, പറയാം, ആർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം, അതൊന്നും തെറ്റായ കാര്യമല്ല. പക്ഷേ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുമ്പോൾ ഇബ്നു ഉമർ പറഞ്ഞ പ്രതികരണം കാണാം, ലസ്തു ബിനബിയ്യിൻ, ഞാൻ നബിയൊന്നുമല്ല. കാരണം എന്താ, ഇബ്നു ഉമറിന് തോന്നണ്ട ഞാനെന്തോ ഒരു കാര്യപ്പെട്ട ആളാണ്, എന്നോടെല്ലാവരും ദ്വാരക്കാൻ പറയാണ്, അതിന് ഞാൻ ദുആ ചെയ്താൽ അതിനെന്തോ പ്രത്യേകമായ ഒരു കാര്യമുണ്ട്. അങ്ങനെ തനിക്കതൊരു അഹങ്കാരമുണ്ടാവാൻ, തനിക്കതൊരു കിബർ വരാൻ ഒരുപക്ഷെ നിമിത്തമായേക്കുമോ എന്ന ഭയമായിരിക്കാം അദ്ദേഹം പ്രതികരിച്ചത്. ലസ്തു ബിനബിയ്യിൻ, ഞാൻ നബിയൊന്നുമല്ല എന്ന് പ്രതികരിച്ചത് കാണാൻ കഴിയും. അത്രയേറെ സൂക്ഷ്മത ആ രംഗത്തവർ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് വലിയ ജാഗ്രത വിശ്വാസ രംഗത്ത് പ്രത്യേകിച്ചും ഉണ്ടാവേണ്ടതുണ്ട്. ഇതിന് വരുന്ന വീഴ്ചകൾ, പോരായ്മകൾ നമ്മുടെ മതത്തിന്റെ അടിത്തറയെ തന്നെ തകർത്ത് കളയുകയും ഒരു വേള സ്വർഗം നഷ്ടപ്പെടാൻ കാരണമായി മാറുകയും ചെയ്തേക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം കാത്തു രക്ഷിക്കുമാറാവട്ടെ. ശരിയായ വിശ്വാസപ്രകാരം ജീവിതാവസാനം വരെ നിലനിൽക്കുവാനും ആ വഴിയിലായി തന്നെ മരിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. റബ്ബനാ ഇസ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. اللهم ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم
على محمد وآله وصحبه أجمعين والحمد